ഏടാ ഈ പണിയൊക്കെ എടുക്കൂല്ലേ? ഞാനൊരു കുഞ്ഞാപ്പൂ പണി എടുക്കാതിരിക്കാൻ. അത് ശരി, ഞാൻ കണ്ടിട്ടില്ലേ പണിയെടുക്കണ കണ്ടിട്ടില്ല, അതാ വെച്ചേ. ഞാൻ പണി എടുക്കണത് കണ്ടിട്ടില്ല, നോണറിയണ്ട. എന്ത് ഇതൊക്കെ എടുത്തന്ന് രാവിലെ എടുത്താ ഞാൻ പണിക്ക് വേണ്ടി മുന്നേ രാവിലെ വൃത്തിയായിക്കണ്, അത് വൃത്തിയായിട്ട് എടുക്കാറ്. പണിയിൽ വന്നതാ ഞാൻ. അവന്റെ പെങ്ങളെ വീടാണത്. ഊരുടെ പാർസ് പോയിക്കണം ഊരുടെ പാർസ് പോയിക്കണം എന്നാലും വേണ്ടില്ലേ. പിന്നെ ഫോണും കൊടുന്ന കാണാൻ തന്നെ പ്രേക്ഷകരോട് ഒന്ന് പറയാനുള്ളൂ. എല്ലാരും ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ വീഡിയോ ഇറക്കില്ലേ. ഇപ്പൊ ഒരു സുഹൃത്തുക്കളെ ഞങ്ങൾ ഡെയിലി വീഡിയോ ഇറക്കുന്നുണ്ട്, നിങ്ങൾ കാണാൻ. ഇന്നലെ ഇട്ടില്ല, ഇടക്ക് ഇന്നലെ ഇടില്ല, ഇന്നലെ ഇട്ടില്ല. നിങ്ങൾ വീഡിയോ ഇറക്കണില്ല. ഇപ്പൊ സത്യം പറഞ്ഞ നമുക്ക് തന്നെ ചടക്കും, ഒരേ കണ്ടന്റ് ആകുമ്പോൾ ചടക്കും. യൂട്യൂബിന്റെ ഓരോ ഇത് മാറുന്ന കാരണം ആൾക്കാർ കാണൂല. അതൊന്നല്ലേ നമ്മളെ ഓപ്ഷൻ ഓരോ ദിവസം കണ്ടന്റ് ഇഷ്ടപ്പെടായിട്ടാവും തോന്നുന്നു വിചാരിക്കണം. പിന്നെ നിങ്ങൾക്ക് കാണായിട്ടൊന്നും അറിയില്ല. KVS ബ്ലോഗ് അടിച്ചാല് നമ്മളെ ചാനൽ കാണാം, അതിൽ നമ്മളെ വീഡിയോകളൊക്കെ കാണാം. പിന്നെ അപ്പോൾ ആൾക്കാർ ചില ആൾക്കാർ കാണും, എന്ന് വെച്ചാൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണാം. അങ്ങനെ കുറെ നമ്മൾ ചില വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണും. ചിലവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. അപ്പൊ ഈ വൈറലായ വീഡിയോ ആണ് ആൾക്കാർ കാണുന്നത്. നിങ്ങൾ ഇനി കാണുമ്പോ ഒന്ന് ആ ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് അമർത്തുക, ലൈക്ക് അടിക്കുക. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അല്ലാതെ ഞങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താലേ പിന്നെ നമ്മൾ ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ. എല്ലാം പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാ പിന്നെ അങ്ങനെ വരും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പൊ നമ്മള് എന്താ ഞമ്മളെന്ന് പറയാ, ഞാനിപ്പോ ഒരു കുഞ്ഞാപ്പൂന്ന് അവതരിപ്പിക്കുന്നതും ഞാനും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇതന്നെ കോലം ഞാൻ കുഞ്ഞാപ്പൂന്ന് എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതാ പറഞ്ഞ കുഞ്ഞാപ്പൂ പണിക്കൊന്നും പോയില്ല, ഉമ്മാനും താങ്ങി എടുക്കുകയാണ്. ഞാന് പണിക്ക് പോകും. കാരണം ചെറുപ്പം പണിക്ക് പണി കഴിഞ്ഞ് വന്നാണ് ആള്. ഇത് രാവിലെ ഇത് ചെയ്താണ്, ഇതൊക്കെ പെങ്ങൾക്ക് എന്തോ ചെയ്യാന്ന് പറഞ്ഞിട്ടേ. അപ്പൊ രാവിലെ ഞാൻ ചെയ്തതാണ്. ഊരുടെ പാർട്സ് പോയി. ഇത് കഴിഞ്ഞിട്ടാണ് പണിക്കോയത് അല്ലേ? ഊരവേന വന്നാല് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവിടൊക്കെ പറയാനാണ്. നമുക്ക് നല്ല ഊരവേന ഉണ്ടാകുമ്പോൾ പണിക്കൊക്കെ, നമ്മൾ കൽപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഊരവേന ഉണ്ടാവും. പക്ഷെ നമ്മള് ഊരവേന ഉണ്ടാകുമ്പോൾ നമ്മള് സൈറ്റിൽ തന്നെ പണിയെടുക്കുക. ഊരവേന ഉണ്ടാകുമ്പോ എന്തെങ്കിലും ചെയ്യാം. ചിലപ്പോ ഇതൊക്കെ വിട്ടണൊക്കെ മാറും, ചിലപ്പോ മാറില്ല. അപ്പൊ നല്ലൊരു തോർന്ന് എടുക്കുന്നുണ്ട്, അരയിലാണ് മറക്കാണ്ട് കിട്ടുക, കുറച്ച് ആശ്വാസം കിട്ടും. അതാണ് മരുന്നും പറഞ്ഞു കൊടുക്കുക. ഇതൊരു മരുന്ന് തന്നെയാണ്, നമ്മള് വലിച്ചിട്ടുണ്ടല്ലോ ആൾക്കാര്. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. പക്ഷെ ഊരവേന വരുമ്പോ എന്താ വേദന? എല്ലാ വേദനയും വേദന തന്നെയാണ്. ഏറ്റവും വലിയ വേദന എന്താണെന്ന് എനിക്കറിയാം, മനവേദന, മനസ്സുവേദന. പിന്നെ അതൊരു വേദന തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള മറ്റു വേദന ഒക്കെ അല്ലല്ല, എല്ലാ വേദനയും വേദന തന്നെയാണ്. ഞാൻ പറഞ്ഞാണ് ഊരവേദന, പല്ലുവേദന, പിന്നെ ചെവി വേദന ഒക്കെ വേദനയാണ്. അപ്പൊ നമ്മളൊരു പരസ്യമായി പറയല്ല. അപ്പൊ പറഞ്ഞു തരുന്നത് നല്ല നല്ല കണ്ടന്റ് ഇനിയും വരാൻ നോക്കാം. കാരണം നമുക്ക് ഉറപ്പ് വരാൻ പറ്റൂല, നമുക്കിങ്ങനെ കണ്ടന്റ് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ വീഡിയോ കാണുക എന്നും പറഞ്ഞ സപ്പോർട്ട് ചെയ്യുക. പലവരും പറച്ചിലുള്ളതാണ്, ഒന്നുകൂടി പറയാണ് ഞങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ മേലെ പറഞ്ഞ പ്രകാരം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കാണുന്നത് ഒന്നുകൂടി പറയാണ്, ഷെയർ ചെയ്താൽ ഉള്ളതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് വീഡിയോ ചിലത് വൈറലായത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല, ഷെയർ ചെയ്ത് നമ്മൾ കാണും. ചില വീഡിയോ എടാ ഇങ്ങനെ പൊട്ടത്തരം വീഡിയോ വന്നിട്ടുണ്ടാവും, കണ്ടാൽ നോക്കും. അപ്പൊ നിങ്ങൾ അപ്പൊ ചെയ്തത് ആ ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് അമർത്തുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ചാനൽ കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. വീട് നിർത്തിയാണ്. ഞാൻ പണി എടുക്കട്ടെ. കളാഴ്ച ഇത്രയും കളിച്ചിട്ട് കളിയാക്കി കളാഴ്ചാന്ന് പറയുന്നത് നമുക്ക് ഈ വീഡിയോ നിർത്താനാ. നല്ലൊരു മുള്ളാടാ, മുള്ളേ കയ്യുമൊക്കെ കുത്തുണ്ട്. അതുകൊണ്ട് കൊത്തിട്ടാണോ? ഞാൻ പോയിന്നാ വീഡിയോ ഓഫാക്കിട്ട് പോയി. ഓഫാക്കട്ടെ, ഇത്രേ ഉള്ളൂ.